നമ്മൾ അങ്ങനെ ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുക. ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത് കേട്ടോ. ലോക്കാർസ് കേവ് എന്ന് പറയുന്ന സ്ഥലമാണിത്. നിങ്ങൾക്ക് കേവ് ആയിട്ട് കണ്ടോ, എന്തോ ഭംഗിയാ കാണാനറിയാവോ. കണ്ടോ കല്ല്, അതായത് കുഴിഞ്ഞ് കടലാണിത് കേട്ടോ. കടലിങ്ങനെ കയറി ഇതേ അങ്ങോട്ട് കാട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമേ. എല്ലാം കടലിങ്ങനെ കയറി കിടക്കുന്ന ഭാഗങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഹെലികോപ്റ്റർ പോകുന്നത് കാണാമോ ശരി. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ 12 അപ്പോസ്തലനാണ് പ്രശസ്തമായ സ്ഥലമാണിത്. അപ്പോൾ ആ 12 അപ്പോസ്തലൻ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ പോകാം, പോയി കാണുകയൊക്കെ ചെയ്യാം. കടലിൻ്റെ മുകളിൽ കൂടെ പറന്ന് അതായത് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിലാണ് അറിയപ്പെടുന്നത്. അത് ഇനി നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ആ കടലിൻ്റെ അത് കാണാൻ പോകാനായിട്ട് ഇങ്ങനെ 2 സൈഡും നല്ലപോലെ കെട്ടിയൊക്കെ വളരെ സേഫായിട്ടാണ്. ധാരാളം ആൾക്കാർ വരുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു മെൽബൺ വരുന്ന എല്ലാവരും തന്നെ പോകുന്ന സ്ഥലമാണ്. അതായത് മെൽബണിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് ഇതൊക്കെ. ഈ 12 അപ്പോസ്തലനും ഗ്രേറ്റ് ഓഷൻ റോഡും എല്ലാം. ഇത് 12 അപ്പോസ്തലൻ്റെ അടുത്ത് തന്നെ ഉള്ള ഓരോ ലുക്കൗട്ടുകളാണ്. ആ കാണുന്ന ആ റോക്ക് കാണുന്നില്ല നീളത്തിൽ, അതിന് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ കടലിൻ്റെ മുകളിൽ കണ്ടില്ല, അത് ബ്രോക്കൺ ആയ പോലെയാണ് നിൽക്കുന്നത് പകുതിയായിട്ട്. കടൽ കണ്ടോ, നീല നിറത്തിലാണ് കടൽ കാണുന്നത്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ കടൽ കാണുന്നത്. സാധാരണ ഇവിടുത്തെ കടലിനൊന്നും വലിയ തിരകളുള്ളതല്ലേ, പക്ഷേ ഇത് നല്ല തിരകൾക്ക് ശക്തിയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വേറൊരു വ്യൂ പോയിൻ്റാണ്. ഗ്രോട്ടോ എന്നാണ് പറയുന്നത് കേട്ടോ. ദ ഗ്രോട്ടോ. നല്ല നോക്കി എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇത് കാട് പിടിച്ച് കിടക്കാൻ സ്ഥലം കേട്ടോ. എന്നാലും ഇതിന് നടുക്കൂടെ നല്ല ആൾക്കാർക്ക് നടക്കാനും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം ഇതിലെല്ലാം നമ്മൾ നടന്നാണ് ഇങ്ങനെ കാണുന്നതെങ്കിലും നമുക്ക് ഭയങ്കര സമാധാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കാടിനകത്തൂടെയും പുല്ലിനകത്തൂടെയും ഒന്നും അല്ലല്ലോ നമ്മൾ നടക്കുന്നത്. ഇതാണ് ദ ഗ്രോട്ടോ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്ന എത്ര ഭംഗി എനിക്ക് അറിയത്തില്ല. എങ്കിലും നോക്കിയ കടലിൻ്റെ ആ നീല നിറവും ആ കല്ലും ഞാൻ കൂടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു കടലിങ്ങനെ കയറി കയറി വരുമ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ നമുക്ക് താഴേക്ക് ഇറങ്ങി ആ കടലിൻ്റെ സകലം വെള്ളമുണ്ട് അവിടെ വരെയും ചെല്ലാം വേണമെങ്കിൽ. ഇതുണ്ട്, ഇതിങ്ങനെ കടലിൽ കയറി വരുന്നതാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു തൂണ് കണ്ടില്ല, അതിന് അങ്ങോട്ടാണ് കേട്ടോ. ബാക്കിയൊക്കെ കടലിനകത്തേക്കാണ് ഈ ഇതുപോലെ തൂണുകൾ നിൽക്കുന്നത്. ഇത് ശരിക്കും ഇവിടെ ഞാൻ പറഞ്ഞ ഹെലികോപ്റ്ററിൽ ആൾക്കാർ മുകളിൽ കൂടെ പോയാണ് ഇതെല്ലാം കാണുന്നത്. നമ്മളിവിടെ നിന്ന് അത്രയും കണ്ടത്. പക്ഷെ താഴെ കടലിൻ്റെ തീരത്തേക്ക് ഇറങ്ങിയാൽ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റുമേ. പക്ഷെ ഒത്തിരി സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരെ പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല അത്രയും സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി, ഞാൻ ഇതിനു മുന്നേ വന്ന സമയത്ത് ഞാനിതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഞാനും കൊച്ചു മോനായിരുന്നു, ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരെ പോവുകയൊക്കെ ചെയ്തതാണ്.